ഒരിക്കൽ കൂടി സാലി മുഹമ്മദ് നമ്മളോടൊപ്പം ചേരുകയാണ്. കാരണം ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായും കാത്തിരിക്കുന്ന രണ്ട് വാർത്തകൾ: ഒന്ന് സിദ്ദിഖിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ, മറ്റൊന്ന് ഈ കോടതി പരാമർശം ഏത് തരത്തിലാണ് വന്നിരിക്കുന്നത് എന്നാണ്. സാലി, ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് സിദ്ദിഖിന്റെ ഒരു വാദവും ഒരു ഘട്ടത്തിലും കോടതി മുഖവിലേക്ക് എടുത്തില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം സിദ്ദിഖ് ആദ്യമേ പറഞ്ഞിരുന്നത് ഇത് വളരെ കാലങ്ങൾക്ക് മുൻപ് നടന്നു എന്ന് ആക്ഷേപിക്കുന്ന കാര്യമാണ്, തെറ്റായ ആരോപണമാണ്. ഇത്രയും കാലം പരാതി വൈകിയത് തന്നെ അത് തെറ്റായ ആരോപണമാണ് എന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സിദ്ദിഖ് പറഞ്ഞത്. പക്ഷേ കോടതി പറഞ്ഞത് പരാതി നൽകാൻ വൈകുന്നത് കുറ്റകരമല്ല, സാഹചര്യ തെളിവുകൾ ശക്തമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഇരയെ ഒരു ഘട്ടത്തിലും അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് എടുത്തു പറയുന്നുണ്ട് കോടതി. സാലി, ആ രീതിയിലാണ് കാര്യങ്ങൾ നിരീക്ഷിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ എത്ര വർഷം മുമ്പ് നടന്ന കേസാണ്, അല്ലെങ്കിൽ സംഭവമാണ്, ആരോപണമാണ് എന്നത് ഇവിടെ പരിഗണിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു ഘട്ടത്തിലും ഈ ഇരയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് അസന്ദിഗ്ധമായി കോടതി പറഞ്ഞു വയ്ക്കുകയാണ്. മനു, തീർച്ചയായും. അതായത് ഇത്തരം ലൈംഗിക പീഡന കേസുകളിൽ മുൻപ് സുപ്രീം കോടതി ഉത്തരവ് തന്നെ ഉള്ളതാണ്. കാലപ്പഴക്കം, പരാതി ഉന്നയിക്കപ്പെട്ടതിൻ്റെ കാലപ്പഴക്കം അത് അന്വേഷണത്തെയോ തീരുമാനങ്ങളെയോ ഒരു ഘട്ടത്തിലും സ്വാധീനിക്കരുത് എന്ന് സുപ്രീം കോടതി പല കേസുകളിൽ ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെ ഈ കോടതിയും കീഴ്വഴക്കമായി എടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം സിദ്ദീഖ് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം 2016 നടന്ന സംഭവമാണ്. ഇവർ പലതവണ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തതയില്ലാത്തൊരു നിലപാടാണ് ഈ പരാതിക്കാരി പലയിടത്തും സ്വീകരിച്ചിരിക്കുന്നത്. ഒരിടത്ത് വെച്ച് ഹോട്ടലിൽ വെച്ചാന്ന് പറഞ്ഞു, മറ്റൊരിടത്ത് വെച്ച് സിനിമാ തിയേറ്ററിൽ വെച്ചാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴിയൊക്കെ അവിശ്വസനീയമാണ്. ഇതായിരുന്നു സിദ്ദീഖിൻ്റെ വാദം. ഒന്ന് കാലപ്പഴക്കം, ഒന്ന് അവിശ്വസനീയം. ഈ രണ്ട് വാദവും കോടതി തള്ളി. വാദത്തിനിടെ തന്നെ ഞാൻ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ വാദത്തിൻ്റെ ഈ കോടതിയിൽ കയറിയതാണ്. അപ്പോൾ കോടതി ജസ്റ്റിസ് CS ഡയസ് കൃത്യമായി അക്കാര്യം അന്ന് വാദത്തിനിടയിൽ തന്നെ വ്യക്തമാക്കി. സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് P നാരായണൻ, സീനിയർ GP, ഒരു കാര്യം വ്യക്തമാക്കി: ഈ സിദ്ദീഖ് ഉന്നയിക്കുന്ന വാദങ്ങളിലൊന്നും ഒരു കഴമ്പുമില്ല. സിദ്ദീഖ് ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ വസ്തുതയില്ല. പല കാര്യങ്ങളും, യഥാർത്ഥ വസ്തുതകൾ സിദ്ദീഖ് മറച്ചു വെച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ചോദ്യം ചെയ്യലിലടക്കം അത്തരം ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇരുവരും മസ്കറ്റ് ഹോട്ടലിൽ എത്തിയതിനും താമസിച്ചതിനും സർക്കാർ അന്വേഷണ സംഘം ഇതിനകം തെളിവ് ശേഖരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അഡ്വക്കേറ്റ് P നാരായണൻ, സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ, കോടതിയിൽ പറഞ്ഞത്. അതായത് സർക്കാരിൻ്റെ, പോലീസിൻ്റെ നിലപാട് സിദ്ദീഖിനെതിരായിരുന്നു എന്നുള്ളത് തന്നെയാണ്. സിദ്ദീഖ് കുറ്റകൃത്യം നടത്തിയിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസും അന്വേഷണ സംഘവും ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന് എന്തൊക്കെ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു എന്ന് കോടതി മുറിയിൽ കോടതി വ്യക്തമായി സർക്കാർ, പ്രോസിക്യൂഷൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്ന് വാദത്തിനിടെ തന്നെ ജസ്റ്റിസ് CS ചില നിരീക്ഷണങ്ങൾ നടത്തി. തുടർന്ന് ഇപ്പോൾ കോടതിയിൽ ഒന്നോ രണ്ടോ വാചകങ്ങളിൽ പറഞ്ഞ ഉത്തരവിലും ആ നിരീക്ഷണങ്ങൾ ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഈ കാലതാമസം, പരാതി നൽകുന്നതിനുണ്ടായ കാലതാമസം അത് പരിഗണിക്കേണ്ട കാര്യമേ ഇല്ല. ഒന്ന്, ഈ ഇരയുടെ മൊഴി അവിശ്വസിക്കേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ ഈ ഇരയ്ക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അപവാദ പ്രചരണത്തിൻ്റെയും ആവശ്യം ഇപ്പോഴില്ല. ഇതെല്ലാം മുഖവിലക്കെടുത്ത് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ പോകട്ടെ എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. കോടതി അക്കാര്യത്തിൽ അസംയുക്തമായി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പരാതിക്കാരിയെ ഏതെങ്കിലും തരത്തിൽ സംശയത്തിൻ്റെ നിലനിർത്തുന്ന ഒരു വാദത്തിനും ബേസില്ല എന്നാണ് കോടതിയുടെ നിഗമനം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിഗമനം തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിദ്ദീഖിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരാനുകൂല്യവും ഒരു ഇളവും സിദ്ദീഖിന് ലഭിച്ചിട്ടില്ല. നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു കാര്യം, സമാന സ്വഭാവമുള്ള നിരവധി കേസുകൾ ഇതേ സിംഗിൾ ബെഞ്ചിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വന്നതാണ്. അതിൽ നമ്മളിപ്പോൾ ആരോപണ വിധേയരായ പ്രമുഖരായ പല നടന്മാർ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു പലർ, ചില സംവിധായകർ, അവർക്കൊക്കെ എതിരെയുള്ള എല്ലാ കേസുകളിലും ആൻറ്റിസിപ്പേറ്ററി ബെയിലുകൾ പരിഗണിക്കുന്നത് ഒരു ബെഞ്ചാണ്. അതിനു വേണ്ടിയുള്ളത് ഇപ്പോൾ CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കുറേ നാളുകളായി പരിഗണിച്ചു വരുന്നത്.